പൊന്നും കുരിശു മുത്തപ്പോ പൊന്മല കയറ്റാം, പൊന്നും കുരിശു മുത്തപ്പോ പൊന്മല കയറ്റാം, പൊന്നും കുരിശു മുത്തപ്പോ പൊന്മല കയറ്റാം. ജാതി മത വ്യത്യാസമൊന്നുമില്ലാതെ എല്ലാ ജാതിക്കാരും അങ്ങനെ മല കയറാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. മുത്തപ്പൻ്റെ മല പോകുന്നവർക്ക് ഓരോരുത്തർക്കും ഉള്ളിൽ ഓരോരോ ആവശ്യങ്ങളുണ്ടാവും മുത്തപ്പനോട് പറയാനും യാചിക്കാനും ഒക്കെ. വിശ്വാസമുള്ളവന് അത് സാധിച്ചു കിട്ടും. വിശ്വാസമില്ലാത്തവന് ഈ പോക്ക് വെറും ഒരു ആഡംബര കാഴ്ചകൾ മാത്രമായിരിക്കും. എവിടെ വിശ്വാസമുണ്ടോ അവിടെ നമ്മൾ ചോദിക്കുന്നതും യാചിക്കുന്നതും നമുക്ക് ഫലപ്രാപ്തിയിലെത്തും. യേശുക്രിസ്തു ബൈബിളിൽ പറഞ്ഞിട്ടുള്ളത് പോലെ ചോദിപ്പിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിപ്പിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ തുറക്കപ്പെടും എന്നാണ്. അപ്പോൾ അതെല്ലാം നമ്മുടെ ഓരോരുത്തരുടെയും വിശ്വാസത്തെ അനുസരിച്ചായിരിക്കുള്ളൂ. ഇപ്പോൾ മുത്തപ്പനെ കാണാൻ വേണ്ടിയിട്ട് ഏതെല്ലാം സ്റ്റേറ്റുകളിൽ നിന്നാണ് ആൾക്കാർ വരുന്നത്. കേരളത്തിലുള്ള ജനങ്ങൾ മാത്രമല്ല. ഇപ്പം ഞങ്ങളവിടെ വന്നപ്പോഴത്തേക്ക് തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നും കൽക്കട്ടയിൽ നിന്നും ഒക്കെ ബസ്സുകളുണ്ടായിരുന്നു. ടൂറിസ്റ്റുകൾ, തീർത്ഥാടകർ. ഇതൊരു തീർത്ഥാടന കേന്ദ്രമാണല്ലോ. അപ്പോൾ ഒത്തിരി തീർത്ഥാടകർ വന്നിട്ടുണ്ടായിരുന്നു. കുഞ്ഞു മക്കളടക്കമുണ്ട്. കാണാമല്ലോ, വീഡിയോയിൽ കാണാമല്ലോ. എന്ത് ഉത്സാഹത്തോടെയാണെന്നറിയാമോ മല കയറാൻ വേണ്ടിയിട്ട് പോകുന്നത് ഓരോരുത്തരും. മുത്തപ്പനെ കാണാൻ വേണ്ടി മല കയറുന്നതിന് മുമ്പ് അടിവാരത്തിൽ മുത്തപ്പൻ്റെ ഒരു രൂപം വെച്ചിട്ടുണ്ട്. അതിന് മുന്നിൽ വന്നിട്ട് തിരി കത്തിക്കും ആൾക്കാർ. തിരി കത്തിച്ച് മുത്തപ്പനോട് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് മല കയറുന്നത്. അതുപോലെ നേർച്ചിടാനുള്ള സൗകര്യമൊക്കെ അവിടെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ മുത്തപ്പൻ്റെ മേളിലെ പള്ളിയും മുത്തപ്പൻ്റെ രൂപമൊക്കെ അടങ്ങിയ ഒരു ചെറിയൊരു തകിടൊക്കെ അവിടെ ഇങ്ങനെ തിരി കച്ചവടക്കാർ വിൽക്കുന്നുണ്ട്. അതും വാങ്ങിച്ചിട്ട് നമുക്ക് അവിടെ തന്നെ കൊണ്ടുവന്നിടാം. അപ്പോൾ ആ മല കയറാൻ പോകുന്ന ആൾക്കാരാണ് ഈ നിൽക്കുന്നത്. അവർ മല കയറുന്നതിന് മുന്നേ ആയിട്ട് പ്രാർത്ഥിക്കുന്നു. മുത്തപ്പൻ്റെക്ക് വന്ന് തിരി കത്തിച്ച് പ്രാർത്ഥിച്ച് ഭക്തിയോടുകൂടി, ആ ഭക്തി തുളുമ്പുന്ന ഒരു മനസ്സോടുകൂടി ഒരുപാട് ആവശ്യങ്ങൾ മനസ്സിലിങ്ങനെ പറഞ്ഞുകൊണ്ടാണ് മല കയറാൻ പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു അത്ഭുതമാണ് കേട്ടോ. ഒരു 3/4 മണിക്കൂർ 1 മണിക്കൂറെങ്കിലും വേണം ആ 14 സ്ഥലവും കടന്ന് ആ
മേലിലെ പള്ളിയിലെത്താൻ വേണ്ടിയിട്ട്. കുഞ്ഞു മക്കളൊക്കെ എന്ത് ഉത്സാഹത്തിലാണെന്ന് പറയുക ഓടിക്കയറുന്നത്. ശരിക്കും ഞങ്ങളിപ്പോൾ ഇവിടെ വന്നപ്പോൾ ഈ വീഡിയോയിൽ തന്നെ കാണാൻ പറ്റും എങ്ങനെ ഒരു 50 വയസ്സിന് മേലുള്ള ഒത്തിരി ആൾക്കാരുണ്ട്. ഒരു 70-72 വയസ്സ് വരെ പ്രായമുള്ള ആൾക്കാരെയൊക്കെ ഞാനിവിടെ കണ്ടു. അവർ വരെ അത്രയും ഇതിലാണ് കടന്നു പോകുന്നത്, കയറി പോകുന്നത്. പിന്നെ നമ്മുടെ കൂടെ കുഞ്ഞു മക്കളുണ്ടായിരുന്നത് കൊണ്ടേ ഇവരെയൊക്കെ അങ്ങോട്ട് നമ്മൾ കയറുന്ന പോലെയല്ല, ഇറങ്ങാൻ നേരത്തെ എടുത്തുകൊണ്ട് ഇറങ്ങൽ ബുദ്ധിമുട്ടാണ്. എല്ലാം ചെറിയ പിള്ളേരായിരുന്നു, ഒരു 4 വയസ്സിന് താഴേക്കൊക്കെയുള്ള കുട്ടികളായതുകൊണ്ട് എന്തായാലും ഒരു ടയേർഡ് അവർ ഉറങ്ങിപ്പോവും. അതുകൊണ്ട് പിന്നെ നമ്മൾ മല കയറിയില്ല, നമ്മൾ താഴെ തന്നെ നിന്ന്. എന്നാലും ഞാൻ കുറച്ച് ഭാഗങ്ങളൊക്കെ എടുത്തു. ഞാനിവിടെ ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്. പിന്നെ എന്നാലും ഇതിപ്പോൾ ഇന്ന് ആൾക്കാരൊക്കെ കുറവാണ്. ശരിക്കും പറഞ്ഞാൽ ഈസ്റ്റർ കഴിയുന്ന ആ പിറ്റേ ഞായറാഴ്ച ഇവിടുത്തെ പെരുന്നാൾ, അന്നൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ മണ്ണ് പോലും നുള്ളിയിടാനുള്ള സ്ഥലം ഉണ്ടാവില്ല. അത്രയും ജനമായിരിക്കും, അത്രയും ജനങ്ങൾ. ഇത് ശരിക്കും കാടാണ് കേട്ടോ, കാടാണ്. കാട്ടിലാണ് ഇത്. കണ്ടിട്ടുള്ളവരുണ്ട്, കാണാത്തവരും ഒക്കെ ഉണ്ട്. മലയാറ്റൂർ എല്ലാവർക്കും പറഞ്ഞു കേട്ട് അറിവുണ്ട്. പക്ഷേ മലയാറ്റൂർ കണ്ടിട്ടില്ലാത്തവരും ഉണ്ട്. ഇതിൽ എല്ലാ വർഷവും ഒരു നേർച്ച പോലെ പോകുന്നവരും ഉണ്ട്, അങ്ങനെ നേർച്ചയായിട്ട് പോകുന്നവരൊക്കെ ഉണ്ട്. എല്ലാ വർഷവും മുടങ്ങാതെ പോകുന്നവരുണ്ട്. ഇത് കാറ്റ് നോറ്റിരുന്ന് പോകുന്നവരുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ഇത് കുറേ ആൾക്കാർക്ക് ഇത് ഭക്തി നിർഭരമായ അല്ലെങ്കിൽ ഒരു തേട്ടത്തിൻ്റെ ഒരു അവസ്ഥയാണ്. ചിലർക്കൊക്കെ ഇതൊരു ആഘോഷമാണ്. ഇതിങ്ങനെ ഒരു കാഴ്ചയായിട്ട് പോകുന്നവരും ഉണ്ട് കേട്ടോ ഇതിൽ. പക്ഷെ ഒത്തിരി നാടുകളിൽ നിന്ന് ആൾക്കാരുണ്ട്, ഒത്തിരി നാട്ടിൽ. നമ്മൾ തന്നെ വരുമ്പോഴത്തേക്ക് ടൂറിസ്റ്റ് ബസ്സുകളുടെ ബഹളമാണ്. ടൂറിസ്റ്റ് ബസ്സുകളൊക്കെ ഏതെല്ലാം നാട്ടിൽ നിന്നാണ്. കൂടുതൽ ആന്ധ്ര തമിഴ്നാടിൻ്റെ ബസ്സുകളാണ് നമ്മളവിടെ കണ്ടത്. നമ്മുടെ കൂടെ വന്ന കൊച്ചു കുട്ടിക്കാണെങ്കിൽ പോലും ഇതൊക്കെ കണ്ടിട്ടേ അവർ വീട്ടിലിങ്ങനെ അടഞ്ഞിരുന്നിട്ട് ഇതൊക്കെ ഇത്ര ആൾക്കാരെയും ഇങ്ങനത്തെ അത് മാത്രമല്ല, ഒരു പള്ളിയിൽ പോകുമ്പോൾ നമുക്ക് സാധാരണ ഉണ്ടാകുന്ന ഒരു ഫീലിങ്സ് അല്ല ഇവിടെ ഒരു കാടിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ കൂടെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പോസിറ്റീവ് വൈബ് വേറെ ഉണ്ട്. അപ്പോൾ ആ ഒരു കുഞ്ഞു മക്കൾക്കൊക്കെ ഇതൊരു നല്ലൊരു എക്സ്പീരിയൻസാണ് ഈ കാഴ്ച തന്നെ. പിന്നെ കേരളത്തിലെ തന്നെയാണ് ഓരോ ഇടവകൾ, അതായത് ഈ മലയാറ്റൂരിനെ ചുറ്റപ്പെട്ട് അടുത്ത് കിടക്കുന്ന അതായത് ഒരു 10, 20, 25, 30, 40, 50 കിലോമീറ്റർ ചുറ്റളവിലുള്ള ഓരോ ഇടവകയിൽ നിന്നും ഗ്രൂപ്പുകളായിട്ട് കുരിശിൻ്റെ വഴി നടത്തി വന്നിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഒത്തിരി പേരുണ്ടായിരുന്നു. അപ്പോൾ അവരിങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഞങ്ങൾ ഇന്നപോലെ അങ്കമാലി ഇന്നിടവകയിൽ നിന്ന് വന്നാണ്, ഞങ്ങൾ ഇതുപോലെ ആലുവ ഇന്നിടവകയിൽ നിന്ന് വന്നവരാണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു.